എം രാകേഷ് നമുക്കൊപ്പം ചേരുന്നത് കോട്ടയം എയർ ക്യാമ്പിൽ നിന്നാണ്. എം രാകേഷ്, ഒന്ന് പ്രേക്ഷകരെ കാട്ടൂ കോട്ടയം എയർ ക്യാമ്പിലെ കാഴ്ചകൾ. അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ എയർ ക്യാമ്പാണ്. ജില്ലാ പോലീസ് ആസ്ഥാനത്തിനോട് തൊട്ടടുത്തുള്ള എയർ ക്യാമ്പിലാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് നമുക്ക് കാണാം 1, 2, അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളിപ്പോൾ ഇതിന് എതിർവശത്തായി കാണുന്നത് 15 വർഷം പൂർത്തിയാകാത്ത വാഹനങ്ങളാണ്. ഇവയെല്ലാം തന്നെ കാലപ്പഴക്കം വന്നിട്ടുള്ളതും കട്ടപ്പുറത്ത് കയറി വർഷങ്ങളായി കിടക്കുന്നതുമായ വാഹനങ്ങളാണ്. ഈ വാഹനങ്ങൾ സ്വാഭാവികമായും ചെയ്തു വരുന്നത് 15 വർഷം ഒന്നുകിൽ കഴിയുക, അതല്ലെങ്കിൽ കൂടുതൽ കിലോമീറ്ററുകൾ ഓടുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ, അതായത് വാഹനത്തിൻ്റെ കണ്ടീഷൻ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് പിന്നീട് വാഹനം ലേലം ചെയ്ത് ഒഴിവാക്കേണ്ടത്. എന്നാൽ നമ്മളിപ്പോൾ കാണുന്ന വാഹനം ഏകദേശം 22 വർഷമായിട്ടുള്ള വാഹനമാണ്. KL 01AA 7683. ഇങ്ങനെ കിടക്കുന്ന വാഹനങ്ങൾ സ്ഥലം പ്രത്യേകിച്ച് നമുക്ക് കാണാം. ഇപ്പോൾ അസിസ്റ്റന്റ് കമാൻഡന്റിന്റെ കാര്യാലയത്തിന് മുൻപിലാണ് ഇത്തരത്തിലൊരു 6-7 വാഹനങ്ങൾ നമ്മൾ കാണുന്നത്. ഇത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഉള്ളോട്ടേക്ക് നമുക്ക് കയറാൻ പെർമിഷൻ ഇല്ല. പ്രത്യേകിച്ച് നമ്മളിവിടെ വന്ന സമയത്ത് തന്നെ ഇത്തരമൊരു ലൈവാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ളോട്ട് കയറി മറ്റ് വിഷലുകളൊന്നും എടുക്കരുത്. 53 വാഹനങ്ങൾ ഇപ്പോൾ ഇവിടെ ലേലം ചെയ്യാനുള്ള നടപടികൾ, അതായത് 22 വർഷം മുതൽ 23 വർഷം വരെയുള്ള വാഹനങ്ങൾ. നമുക്ക് കാണാം, ഒരു ബോട്ടാണ് ഇത്. ഈ പറഞ്ഞ പോലെ തന്നെ പരിശോധനയ്ക്കും തിരച്ചിലിനും മറ്റുമായി ഉപയോഗപ്പെടുത്തുന്നതായിരുന്നു. അത് കട്ടപ്പുറത്ത് കയറിയിട്ട് വർഷങ്ങളായി. ഏകദേശം 21 വർഷം അപ്സെറ്റ് വാല്യൂ, ഇതിൻ്റെ വാല്യൂ ഒക്കെ കണക്കാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മോട്ടോർ വാഹന വകുപ്പാണ് ഇതിൻ്റെ വാല്യൂ കണക്കാക്കുന്നത്. അതായത് കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പ് ഇതിൻ്റെ വാല്യൂ കണക്കാക്കുന്നു. അതിനുശേഷം സർക്കാരിലേക്ക് അയക്കുന്നു. സർക്കാർ ഇത് അംഗീകരിച്ചതിന് ശേഷമാണ് ഓൺലൈനിൽ ലേലം നടപടികൾ നടക്കുന്നു. ഇത്തരത്തിൽ 53 വാഹനങ്ങൾ നിലവിൽ ഓൺലൈനായി ലേലം നടന്നിട്ടുണ്ട്. അതിൻ്റെ കടലാസ് നടപടികൾ ഇപ്പോഴും വൈകിക്കിടക്കുകയാണ്. അതായത് 22 വർഷവും 23 വർഷവുമാണ്. സ്വാഭാവികമായും 15 വർഷം കഴിയുന്ന വാഹനങ്ങളാണ് ഇത്തരത്തിൽ ലേലം ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതിനൊരു വാല്യൂ കിട്ടും. ആ വാഹനം പിന്നീട് ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ളതാണെങ്കിൽ വാല്യൂ കിട്ടും. സ്ക്രാപ്പിന് പോലും കൊള്ളാതാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും, മറ്റൊരു വാഹനമുണ്ട്. ഏകദേശം 11 വർഷത്തെ കാലാവധി മാത്രമുള്ള ഒരു വാഹനമാണ് ഇവിടെയുള്ളത്. KL 01BK 5169 എന്നുള്ള ഒരു വാഹനമുണ്ട്. ഈ വാഹനത്തിന് ഏകദേശം 11 വർഷമാണ്. അതിൻ്റെ ടയർ പഞ്ചറായി അവിടെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ കട്ടപ്പുറത്തായി കുറെ കഴിഞ്ഞാണോ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നറിയില്ല. നമ്മൾ കാണുന്നത് ഇത് പോലീസ് സ്റ്റേഷനുകളിൽ പിടിച്ചിടുന്ന ക്രൈമുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വാഹനങ്ങളുടെ കാര്യമാണെങ്കിലും ശരി, കോർപ്പറേഷനുകളിലും സർക്കാർ ഓഫീസുകളിലും കുന്നുകൂടി കിടക്കുന്ന സർക്കാർ വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി, വലിയ അനാസ്ഥയും കാലതാമസവും ഉണ്ടാവുന്നു എന്നതാണ് വാസ്തവം.